കള്ളന്മാരെ പിടിച്ചു കാണുമെന്ന് വിചാരിച്ച് നാട്ടുകാരെല്ലാരും ഉറങ്ങിക്കാണും. കാർ ഇവിടെ എങ്ങാനും ഇട്ടേച്ച് നമുക്ക് എസ്ഐയുടെ വീട്ടിൽ പോവാം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ബോബി ആയിട്ട് ഇനി നമ്മൾ തിരിച്ചു വരുള്ളൂ. ജയ് മെഗാസ്റ്റാർ. പ്രേതങ്ങൾ ഇറങ്ങുന്ന ഈ സമയത്ത് ആരാടാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? വരുന്നുണ്ടോ? നീ നോക്കിയേ. നോക്കടാ. നോക്ക്. പോയടാ, നിങ്ങൾ എണീക്ക്. വീണ്ടും എന്താടാ എഴുതുന്നേ? എല്ലാവനും കുടുങ്ങി. ആരും ഇല്ല. കത്തിയും പിന്നെ കുറെ നാട്ടുകാരെയും വിളിച്ചു കൂട്ടട്ടെ. ഇവന്മാര് വീണ്ടും എന്തിനാ ഞങ്ങളുടെ ഈ നാട്ടിൽ വന്നേക്കുന്നത്? ആ സത്യന്റെ മകളെ അന്വേഷിച്ച് വന്നാലടാ. അപ്പ രാജുവിന്റെ മോളെ കാണാനാ? അപ്പാറാവുന്റെ മോക്ക് രമേശ് ഉണ്ട്. സുബ്ബാറാവുന്റെ മോക്ക് ഒരുപാട് പേരുണ്ട്. 3:4:99. ശരിക്കും ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്റെ അറിവ് വെച്ച് ഈ നാട്ടിലെ ഒരു പെങ്കൊച്ചുങ്ങൾക്കും ലവ് ഇല്ലാതില്ല. പിന്നെ എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നേ? കള്ളു കുടിക്കാൻ വേണ്ടി. അതടിപൊളി. എങ്കിൽ എന്റെ വീട്ടിലേക്ക് പോവാം. എന്തിന്? കള്ളു കുടിക്കണ്ടേ? ഒരുപാട് എടുത്ത് കുടിച്ചേക്കല്ലേ? ഇല്ല. ഞാൻ ഒഴിച്ചത് കണ്ടോ? പെർഫെക്റ്റാ. ഒരു തുള്ളി പോലും കൂടുതലില്ല. എടുത്തടിക്കേ. Cheers. അച്ചാറല്ലേ? എന്താ സാർ ഈ ഫോട്ടോസ് എല്ലാം? ആരാ ഇവരൊക്കെ? എന്റെ അപ്പൂപ്പനാ, തൂത്തുക്കുടിയിലുള്ള എന്റെ അപ്പൂപ്പൻ. എന്റെ അച്ഛനാ, തൂത്തുക്കുടി പാപ്പാറാവു. അവരുടെ ചുറ്റുമുള്ള ആ ഫോറിൻ ഗേൾസ് ആരാണ് സർ? എന്റെ അപ്പൂപ്പൻ ഫ്രീഡം ഫൈറ്ററാടാ. ഫ്രീഡം ഫൈറ്ററാണോ? വിദേശികളെ ഭയപ്പെടുത്തി ഓടിച്ച വീരശൂര പരാക്രമി എന്റെ അപ്പൂപ്പൻ. അപ്പോ സാറിന്റെ അച്ഛൻ എന്താ ചെയ്തോണ്ടിരുന്നേ? സ്വത്തുക്കൾ അങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ എന്താ സാർ ചെയ്യുന്നത്? അത് വേണോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ. സാർ, ഇവിടുത്തെ ലേഡീസിനെ ആരെയും, ഐ മീൻ ഫാമിലി മെമ്പേഴ്സിനെ ആരെയും കണ്ടില്ല. എല്ലാരും നാട്ടിൽ പോയിരിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഫാമിലി ഒന്നും ഇല്ല എനിക്ക്. ഐ ആം സിംഗിൾ ബട്ട് ഐ ഓൾവേസ് ജിങ്ക് ചിക്ക. ഓ, അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? ചായ കുടിക്കാൻ ടീ എസ്റ്റേറ്റ് വാങ്ങണോ? നാട്ടിലാരും പെണ്ണ് കൊടുക്കാഞ്ഞിട്ടാവും. ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പെൺപിള്ളേർ വന്ന് ക്യൂ ആയിട്ട് നിൽക്കും, അറിയാമോടാ? ബട്ട് ഐ ഹേറ്റ് ഗേൾസ്. അതെന്താ സാറേ നിങ്ങൾക്ക് പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത? കൺഫ്യൂഷനാടാ, കൺഫ്യൂഷനാ. അവർക്ക് എന്താ ആവശ്യം വന്ന് ആ പെണ്ണുങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാന്ന്. 4 പ്രാവശ്യം ഫോൺ ചെയ്തെന്ന് വെച്ചോ, തനിക്ക് ഒരു ജോലിയില്ലേ എന്ന് ചോദിക്കും. ഇനി ഫോൺ ചെയ്തില്ലെങ്കിലോ, അപ്പൊ തനിക്ക് എന്നോട് താല്പര്യമില്ല അല്ലേ എന്ന് ചോദിക്കും. എന്തെങ്കിലും ഒരു മൂഡ് വന്നൊന്ന് തൊടാൻ ശ്രമിച്ചെന്ന് വെച്ചോളൂ, എപ്പോഴും ഇതാ വിചാരമല്ലേ എന്ന് ചോദിക്കും. ഇനി ഒന്ന് തൊട്ടില്ലെങ്കിലോ, തനിക്ക് ഒരു റൊമാൻസും ഇല്ലടാ കിഴങ്ങാന്ന് ചോദിക്കും. അവസാനമായിട്ട് ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാ, പെണ്ണുങ്ങളെ ഈ പ്രേമം കല്യാണം നമ്മുടെ ഈ ജീവിതത്തിലെ ഒട്ടും ശരിയാവില്ലാന്നേ. ഐ മീൻ ടൈം ആൻഡ് മണി വേസ്റ്റ്. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം, അങ്ങോട്ട് നോക്കേ. എന്റെ വീടിന്റെ അടുത്തുള്ള എസ് ഐയുടെ വീട്ടിലോ? നിന്റെ ഫ്രണ്ടിനെ ഞാൻ രക്ഷിക്കാം, പക്ഷേ പകരം നിങ്ങൾ എന്ത് ചെയ്യും എനിക്ക്? ചേട്ടൻ എത്ര കാശാ വേണ്ടേ? ആര് ചോദിച്ചാ നിന്നോട് കാശ്? നീ പറയടാ, നിനക്കൊക്കെ കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാടാ. ചേട്ടാ, അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ഈ ഒരു കാര്യത്തിൽ ദേവികയെ രക്ഷിച്ചത് ഞാനാണെന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും അവളോടൊന്ന് പ്രത്യേകിച്ച് പറയണം. ഒരു ചെറിയ ഇഷ്ടം തോന്നുന്ന പോലെ പൊക്കി പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞ മഹേഷേട്ടൻ നല്ല ആളാണ്. മഹേഷേട്ടൻ തങ്കപ്പെട്ട മനുഷ്യനാണ്. മഹേഷേട്ടൻ വലിയൊരു മനുഷ്യനാണ്. മഹേഷ്, ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ദൈവമാണ് അദ്ദേഹം. ആള് കരിവിളക്ക് പോലെയാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം തന്ന നിറവിളക്കാണ് ഇദ്ദേഹം. ഇതിന് പ്രതിഫലമായി ഞാൻ എന്ത് ചെയ്യണം സർ? എടാ വേണ്ടടാ, ആണുങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കാറില്ല. മഹേഷ്, നിങ്ങൾ മാത്രമില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ദുഃഖക്കടലിൽ മുങ്ങി താന്നു പോയേനെ. അയ്യോ, ദിവസം 1 മണിക്കൂറെങ്കിലും എന്റെ കൂടെ ചെലവഴിക്കൂ. നിന്റെ കൂടല്ലേ? 1 മണിക്കൂറല്ല, അവസാനം വരെ ഞാൻ കൂടെ. അയ്യോ, ഈ മഹാനുഭാവന്റെ കാലം പുണ്യമാണ്. അങ്ങനെ നിങ്ങൾ എസ് ഐയുടെ വീട്ടിൽ എങ്ങനെ പോകും? പോയിട്ട് എന്ത് പറയും? എസ് ഐയുടെ വീട്ടിൽ പോയി നിന്നെ പോലെ പൊട്ടക്കഥ പറയാൻ ഞാൻ മണ്ടനാന്ന് വിചാരിച്ചോടാ നിങ്ങളൊക്കെ?
ഞങ്ങൾ ആരാന്നറിയാവോ? ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയാവോടാ? തൂത്തുക്കുടി മഹേഷ്, സൺ ഓഫ് തൂത്തുക്കുടി പാപ്പാറാവ്, സൺ ഓഫ് തൂത്തുക്കുടി താത്താറാവ്, ഫ്രീഡം ഫൈറ്റർ. എന്താ ഈ കാണുന്നേ? ഇറങ്ങി വാ. ഈ മണ്ടൻ ഞങ്ങളെ എവിടേക്കാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? എന്താ സാർ ഇത്? തൊരങ്കമാടാ, തൊരങ്കം. പറഞ്ഞത് ഓർമ്മയില്ലേ? പഴയ എസ് ഐയുടെ വൈഫിനും എനിക്കും വൈഫൈ പോലെ ആയിരുന്നടാ കണക്ഷൻ. ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ. ഒരു മിനിറ്റ്. എന്താടാ, ഷോക്കായോ അതോ ഷേക്കായോ? ജയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയും യുദ്ധത്തിനൊക്കെ പോകാൻ വേണ്ടിയും തുരങ്കപാത കണ്ടിട്ടുണ്ട്. പക്ഷെ അഫയറിനുള്ള തുരങ്കപാത ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. അതിനകത്തല്ലടാ കിക്ക്. സ്വർഗത്തിലേക്കുള്ള വഴി തെളിച്ചുകൊണ്ട് പോകുന്നവനാണടാ ശരിക്കുമുള്ള ആണ്. അല്ല, എന്തിനാ ഈ ഫോട്ടോയൊക്കെ? ഞാൻ ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും മൂഡിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കാറുണ്ട്. മൂഡ് എന്റെ ഒരു വീക്ക്നെസ് ആ മോനെ. നീ വാടാ, പതറാതെ പതറാതെ വാടാ. കുതിരമേലെ കേറി നമ്മൾ പോകും. വാടാ. ഏത് നേരത്താണ് ഇയാളെ ഇനി എത്ര സമയമുണ്ട് സാർ? ലൊക്കേഷനിലെത്തി നമ്മള്. നിങ്ങൾ അവിടെ മിണ്ടാതെ നിക്ക്. ഹായ് ശകുന്തളേ. നീ എന്താണ് ഇപ്പൊ വന്നത്? അയാൾ ഇവിടെ തന്നെ ഉണ്ട്. അയാൾ ഉള്ള സമയത്ത് ഞാൻ വരാറുള്ളതല്ലേ, പിന്നെന്താ? ഒന്ന് പോടാ. ഏയ് ഷക്കു തുറക്ക്. എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നോടെ പിടിച്ചിരിക്കാൻ വയ്യ. ഏയ് ഷക്കു തുറക്ക്. ആ കിഴങ്ങേശ്വരന് ഇപ്പൊ എപ്പോഴും അടയിരിക്കേ വീടിനകത്ത്. സോറി, നിങ്ങൾ ക്ഷമിക്കുക, അഡ്രസ് മാറിപ്പോയി. അഡ്രസ് മാറിപ്പോയെന്ന് പറഞ്ഞ എസ്ഐയുടെ കെട്ടികൾക്ക് വേണ്ടി തുറന്നല്ലേ ഇയാള് പറഞ്ഞേ? ഡേ മോനെ, റോഡ് ടാറിടുന്നതേ ഒരു വീട്ടിലേക്ക് മാത്രമല്ല, എല്ലാ എസ്ഐയുടെ വീട്ടിലേക്ക് വിടും. അവരവരുടെ ആവശ്യത്തിന് അവർ യൂസ് ചെയ്യും. ഞാനും അതുപോലെ തന്നെയാ. ഈ ഭൂമിയിൽ ഇതുപോലൊരു ഭ്രാന്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മെഗാസ്റ്റാർ ആണ് സത്യം. ഇവനെ ഞാൻ കൊല്ലും. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു പറഞ്ഞ അവസാനം നിന്റെ കല്യാണത്തിന് ശേഷം അയാൾ തുരം കൊണ്ടാക്കി നിന്റെ വീട്ടിൽ കയറും. വായി നോക്കി നിൽക്കാതെ വാടാ. ഐ വാണ്ട് ഫോളോ 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 ഫോളോ. ഐ വാണ്ട് ഫോളോ 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 ഫോളോ. ഇവിടുന്ന് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? അയ്യോ, ഇവിടുന്ന് എങ്ങോട്ടാ സാറേ പോണ്ടേ? നീ ടെൻഷനായി എന്നെ കൂടെ ടെൻഷൻ ആക്കാതെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് കൺഫ്യൂഷനാ. റൂട്ട് മാപ്പ് ഇട്ട് പോകാം, അതാ നല്ലത്. റൂട്ട് മാപ്പ് ഇതിലേ പോയി. ഇവിടെ ആയിരുന്നല്ലോ. റൈറ്റ് പോയാ സരിത സുലോചന സാവിത്രിയുടെ വീട്, ലെഫ്റ്റ് പോയാ കുമാരി കല്യാണി കാവേരിയുടെ വീട്, പുറകിലേക്ക് പോയാ ചുവരല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ നേരെ പോണം. ആരാ സാർ ഇവരൊക്കെ? എല്ലാം എന്റെ പാർട്ട്നേഴ്സാ. എന്താ ഈ പറയുന്നേ? നിങ്ങൾക്ക് നാണോ ഇല്ലേ? ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കുടുംബത്തിൽ പറഞ്ഞിട്ട് ഇത്രയും വൃത്തിയായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി?